നമസ്കാരം. തിയേറ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥ, തിരക്കഥ, സംഭാഷണം, സംഗീതം, എഡിറ്റിംഗ്, നായകൻ, നിർമ്മാണം, വിതരണം ബാലചന്ദ്ര മേനോൻ. 1980-കളിൽ മലയാളിയെ അത്ഭുതപ്പെടുത്തിയ സർവകലാവല്ലഭൻ. സിനിമയുടെ സമസ്ത മേഖലകളെയും അമൃതം പോലെ ആഗിരണം ചെയ്ത് അവയെ സ്വതന്ത്രമായൊരു സ്വന്തം ശൈലിയാക്കി മാറ്റിയ അപൂർവ കലാകാരൻ ബാലചന്ദ്ര മേനോൻ്റെ ചലച്ചിത്ര ജീവിതം 50 വർഷം പിന്നിടുന്നു. ബാലചന്ദ്ര മേനോനെ പഠിക്കുക എന്നത് മലയാളിയുടെ നിസ്സാര കാര്യങ്ങളെയും ഗുരുതര പ്രശ്നങ്ങളെയും പഠിക്കുക എന്ന് തന്നെയാണ്. 1980-കളിൽ ബാലചന്ദ്ര മേനോൻ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടാൽ പ്രേക്ഷകർ ഒരുതരം മധുരവിറയലിൽ വിറങ്ങലിക്കുമായിരുന്നു. ഒരു ചെറിയ ഡയലോഗ് മതി ഒളിച്ചിരിക്കുന്ന യുവത്വത്തെ ഒന്നുണർത്താൻ. ഒരു രഹസ്യ കൊടുങ്കാറ്റ് പോലെയായിരുന്നു ബാലചന്ദ്ര മേനോൻ. തലേക്കെട്ടുമായി കുട്ട എന്ന വിളിയിൽ നമ്മെ കഥയുടെ ഉള്ളിലേക്ക് നയിക്കുന്ന ഒരു ബാലചന്ദ്ര മേനോൻ മാജിക്. മലയാളി ഒരിക്കലും മറക്കില്ല ഈ മന്ത്രത്തെ. ആശ്വാസവും ആവേശവും ഒരുമിച്ച് കലർന്ന ഒരു ബൂസ്റ്റർ ചായ പോലെ. 37 ചിത്രങ്ങൾ സംവിധാനം ചെയ്ത് 70-ലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ച ബാലചന്ദ്ര മേനോൻ ഇപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ്റെ പുതിയ സിനിമയുടെ ഷൂട്ടിങ്ങിലുമാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം ഓരോ വലിയ സംഭവങ്ങളെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. മനുഷ്യരുടെ ചെറിയ വികാര ചലനങ്ങളെക്കുറിച്ചാണ് അവയുടെ അന്വേഷണങ്ങൾ. ഒരു വീട്ടിലെ നിശബ്ദത, ഒരു സ്വപ്നം, ദമ്പതികളുടെ ദൂരങ്ങൾ, ഒരച്ഛൻ്റെ കാണാത്ത കരുതൽ, ഒരു സഹോദരിയുടെ അറിയപ്പെടാത്ത വേദന, ഒരു സുഹൃത്തിൻ്റെ പ്രത്യാശ, ഇവയൊക്കെ ബാലചന്ദ്ര മേനോൻ്റെ ക്യാമറ വലുതാക്കുന്നില്ല, മറിച്ച് മാനുഷിക പ്രകാശത്തിൽ അവ തെളിയിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ബന്ധങ്ങളുടെ സങ്കീർണതകൾ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഒരിക്കലും വലിയ ശബ്ദമായിട്ടില്ല. അത് ചെറുതായ രീതിയിൽ ഹൃദയത്തോട് ചേർന്ന് സംസാരിക്കുന്ന നാദമാണ്. അതുകൊണ്ട് തന്നെ ബാലചന്ദ്ര മേനോൻ്റെ സിനിമകൾ ചിലപ്പോൾ നമ്മുടെ കണ്ണ് നനയിക്കും, ചിലപ്പോൾ നമ്മൾ പൊട്ടിച്ചിരിക്കും, ചിലപ്പോൾ നമ്മൾ പൊട്ടിത്തെറിക്കും, അതല്ലെങ്കിൽ നമ്മൾ മൗനികളാവും. ഒരു സിനിമാ പത്രപ്രവർത്തകനായിട്ടായിരുന്നു ബാലചന്ദ്ര മേനോൻ്റെ ആദ്യ യാത്ര. പിന്നീട് അദ്ദേഹം ഒരു സംവിധായകനാവുന്നു. ഉത്രാടരാത്രി എന്ന ആദ്യ ചിത്രം ഒരു സിനിമകളുടെ തുടക്കം മാത്രമല്ല, സ്വന്തം കഥയെ യാഥാർത്ഥ്യപ്പെടുത്താനുള്ള ഒരു കലാകാരൻ്റെ വിശ്വാസത്തിൻ്റെ തുടക്കം കൂടിയായിരുന്നു. ഉത്രാടരാത്രി വാണിജ്യ വിജയമല്ലാതിരുന്നെങ്കിലും അതിലെ കാഴ്ചപ്പാടും കഥാപാത്രങ്ങളിലെ മാനസിക സൂക്ഷ്മതയും പിന്നീട് മലയാള സിനിമയെ സ്വാധീനിക്കുന്ന പുതിയൊരു ദിശയാക്കിയതിൽ സംശയമില്ല. തുടർന്ന് ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത രാധ എന്ന പെൺകുട്ടി, കലിക, അണിയാത്തവളകൾ, ഇഷ്ടമാണ് പക്ഷേ, ആരാൻ്റെ മുല്ല കൊച്ചുമുല്ല, മണിയൻപിള്ള അഥവാ മണിയൻപിള്ള, വൈകി വന്ന വസന്തം തുടങ്ങിയ ചിത്രങ്ങൾ മലയാളിയുടെ ദിനചര്യയെ സിനിമയുടെ കേന്ദ്രവേദിയാക്കി മാറ്റി. നെടുമുടി വേണുവും ബാലചന്ദ്ര മേനോനും രോഹിണി ഹട്ടങ്ങടിയും ചേർന്ന് അഭിനയിച്ച അച്ചുവേട്ടൻ്റെ വീട് ഒരു നിശബ്ദ കുടുംബ സ്വപ്നത്തിൻ്റെ തകർച്ചയും അതിന് പിന്നാലെ നടക്കുന്ന മനുഷ്യപൂർവമായ മാറ്റവുമാണ് പറയുന്നത്. ഒരു സാധാരണ വീട്ടുകാരൻ്റെ ചെറിയ ആഗ്രഹങ്ങളെ ഒരു കൂട്ടം ആളുകൾ എങ്ങനെ തകർക്കുന്നുവെന്നും ഒരു മരണത്തിൻ്റെ സങ്കടം ഒരാളുടെ മനസ്സ് എങ്ങനെ പൂർണ്ണമായി മാറ്റിമറിക്കുന്നു എന്നും ഈ ചിത്രം അതീവ ലാളിത്യത്തോടെ തുറന്നു പറയുന്നുണ്ട്. ശോഭനയുടെ ആദ്യ ചിത്രം ഏപ്രിൽ 18. ശോഭനയോടൊപ്പം ബാലചന്ദ്ര മേനോനും അടൂർ ബാസിയും ഭരത് ഗോപിയും ചേർന്ന് അഭിനയിച്ച ഈ ചിത്രം വിവാഹ ജീവിതത്തിലെ സ്നേഹവും സംശയവും അത് തമ്മിലുള്ള അതിസൂക്ഷ്മമായ ബാലൻസിനെ കുറിച്ചുള്ള ഒരു മനുഷ്യ നാടകമാണ്. വിശ്വാസമില്ലായ്മയും തെറ്റിദ്ധാരണയും ഒരു കുടുംബത്തെ എത്ര വേഗം ഒരു വേർപിരിയലിലേക്ക് തള്ളിയിടുന്നെന്ന് നർമ്മവും വേദനയും ചേർത്ത് ഈ ചിത്രം നമ്മളോട് സംസാരിക്കുന്നു. അവസാനം തുറന്ന മനസ്സും സത്യസന്ധതയുമാണ് ബന്ധങ്ങളെ രക്ഷിക്കുന്നതെന്ന് ചിത്രം മനോഹരമായി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. സുകുമാരിയും ശ്രീവിദ്യയും വേണുനാഗവള്ളിയും
ബാലചന്ദ്ര മേനോനും അണിനിരന്ന ചിത്രമായിരുന്നു ഇത്തിരി നേരം ഒത്തിരി കാര്യം. ജിജോയുടെ മാനസിക വൈകല്യം ഒരു ചെറുവ്യാധിയല്ല, മറിച്ച് ഓരോ ബന്ധത്തെയും പരിചയത്തെയും പരിശോധിപ്പിക്കുന്ന ഒരു മനുഷ്യ കണ്ണാടിയാണ് എന്ന് ചിത്രം പറയുന്നു. പ്രണയം, വിശ്വാസം, കരുണ, ഇവയിൽ ഏതാണ് സത്യത്തിൽ വലിയതെന്ന് കഥാപാത്രങ്ങളുടെ ജീവിതം നമ്മളോട് ചോദിക്കുന്നുണ്ട്. ജിജോയുടെ നിഷ്കളങ്കതയും ഹൃദയത്തിൻ്റെ മഹത്വവും അതിഗംഭീരമായി തെളിഞ്ഞു നിൽക്കുന്നു ഈ ചിത്രത്തിൽ. ബാലചന്ദ്ര മേനോനോടൊപ്പം മാധുവും രേണുകയും സുകുമാരിയും അഭിനയിച്ച ചിത്രമായിരുന്നു സമാന്തരങ്ങൾ. ഏറ്റവും മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ബാലചന്ദ്ര മേനോന് ലഭിച്ചത് ഈ ചിത്രത്തിലൂടെയായിരുന്നു. സത്യസന്ധതയും ഉത്തരവാദിത്വ ബോധവുമുള്ള ഒരു സാധാരണ മനുഷ്യൻ, ഒരു റെയിൽവേ ഉദ്യോഗസ്ഥന്റെ കഥയാണ് ഈ ചിത്രം. ശരാശരി രാഷ്ട്രീയത്തിന്റെ ചുഴിയിൽ കറങ്ങുന്ന മകൻ നജീബ് ഇസ്മയിൽ തൻ്റെ ധാർമ്മികതയിൽ നിന്ന് ഒരിക്കലും പിന്നോട്ട് പോകുന്നില്ല. മനുഷ്യബന്ധങ്ങൾ സ്വാർത്ഥത കൊണ്ട് എത്ര എളുപ്പത്തിൽ തകരാമെന്നതും ഒരു വ്യക്തിയുടെ തെറ്റായ തീരുമാനം സമൂഹത്തെ തന്നെ അപകടത്തിലാക്കുമെന്നും ഈ ചിത്രം പറയുന്നുണ്ട്. ഇസ്മായിലിൻ്റെ ജീവിതം നമ്മിലേക്ക് പടർത്തുന്ന മൂല്യങ്ങൾ സിനിമയുടെ ശക്തി തന്നെയാണ്. അണിയാത്ത വളകൾ എന്ന സിനിമയിൽ സുകുമാരനും അംബികയും MG സോമനും വേണുനാഗവള്ളിയും ശങ്കരാടിയുമായിരുന്നു മുഖ്യ കഥാപാത്രങ്ങൾ. ദാമ്പത്യത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ മനഃശാസ്ത്രപരമായ വിറയലുകൾ എത്ര ലളിതമായി പറയാമെന്നതിൻ്റെ ഒരു കലാപാഠമാണ് ഈ സിനിമ. വേണുനാഗവള്ളിയും ജഗതിയും രതീഷും ശങ്കരാടിയും അംബികയും അഭിനയിച്ച ഇഷ്ടമാണ് പക്ഷേ മനുഷ്യൻ്റെ ആഗ്രഹങ്ങളും ഉത്തരവാദിത്തങ്ങളും തമ്മിലുള്ള അദൃശ്യമായ പോരാട്ടമാണ് ചിത്രീകരിക്കുന്നത്. ചെറിയ സ്വപ്നങ്ങൾക്ക് വലിയ വിലയുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു സ്വാന്തന കഥ. മണിയൻപിള്ള രാജുവിനെ സിനിമയിൽ എത്തിച്ച ചിത്രമാണ് മണിയൻപിള്ള അഥവാ മണിയൻപിള്ള. വേണുനാഗവള്ളിയും ജോസ് പ്രകാശും അംബികയുമായിരുന്നു സഹ അഭിനേതാക്കൾ. ഹാസ്യത്തിൻ്റെ ശരീരത്തിൽ മനുഷ്യൻ്റെ നിസ്സഹായതയും നിഷ്കളങ്കതയും ഒളിപ്പിക്കുന്ന ഒരു അത്ഭുത ചിത്രമാണിത്. ചിരിപ്പിക്കുമ്പോഴും മനസ്സിനെ നനയ്ക്കുന്ന ഒരു ചിത്രം. മൈക്രോ സൈക്കോളജിക്കൽ നരേഷനാണ് ബാലചന്ദ്ര മേനോൻ്റെ സിനിമകളുടെ പ്രധാന ശൈലി. മൈക്രോ ഇമോഷൻസ്, അതായത് കാണാൻ കഴിയാത്ത ചില ചെറിയ വികാരങ്ങളെ സിനിമയുടെ കേന്ദ്രത്തിലാക്കും. ബാഹ്യ സംഭവങ്ങളെക്കാൾ കഥാപാത്രങ്ങളുടെ അന്തർമനസ്സാണ് ബാലചന്ദ്ര മേനോൻ്റെ കഥകളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മലയാള സിനിമയിൽ മധ്യവർഗ ജീവിതത്തിൻ്റെ ബിഹേവിയറൽ മാപ്പിംഗ് ഏറ്റവും കൃത്യതയോടെ ചെയ്ത ഒരു സംവിധായകനാണ് ബാലചന്ദ്ര മേനോൻ. അദ്ദേഹത്തിൻ്റെ വീടുകളും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളും റിയൽ സോഷ്യോ ഇക്കണോമിക് പാറ്റേൺസ് ആണ്. ഒരർത്ഥത്തിൽ മിനിമലിസം പ്ലസ് സൈക്കോളജിക്കൽ റിയലിസം, ഇതാണ് ബാലചന്ദ്ര മേനോൻ്റെ വഴി. ബാലചന്ദ്ര മേനോൻ്റെ സിനിമകൾ ക്യാരക്ടർ സെൻട്രിക് ആണ്, പ്ലോട്ട് സെൻട്രിക് അല്ല. ഒരു കഥാപാത്രം എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു, ഇതിനുള്ള ഉത്തരം കണ്ടെത്തുമ്പോഴാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. സംഭാഷണങ്ങൾ പലപ്പോഴും അത്ര സിനിമാറ്റിക് അല്ല. മനുഷ്യർ സാധാരണ ഉപയോഗിക്കുന്ന ഭാഷയാണ് സംഭാഷണത്തിൽ പൊതുവെ ഉണ്ടാവുക. വികാരത്തിൻ്റെ തീവ്രത ഉയരുമ്പോഴും അതിന് പിന്നിൽ ഒരു കൺട്രോൾഡ് ഇമോഷണൽ ആർക്കിടെക്ചർ എപ്പോഴും ഉണ്ടാവും. പ്രശ്നം ഗുരുതരത്തിലൊക്കെ ഇത് വളരെ വ്യക്തമാണ്. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, അഭിനയം, സംഗീതം എല്ലാം ചെയ്യുന്നതിലൂടെ ബാലചന്ദ്ര മേനോനെ ഒരു ഹോളിസ്റ്റിക് ക്രിയേറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. ഇതുകൊണ്ട് ചിത്രങ്ങൾക്കെല്ലാം ഒരു ഏക ശബ്ദമുണ്ട്. അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് ഒരു കഥയുണ്ടായിരുന്നു, പക്ഷേ അതിലും അധികം ഒരു ജീവിതവും ഉണ്ടായിരുന്നു. ഓരോ ദൃശ്യവും കാണുന്നവരെ തന്നെ ഒന്ന് വായിക്കുമെന്ന രീതിയിൽ അദ്ദേഹം സിനിമകൾ ഒരുക്കി. അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ജനകീയത സ്വാഭാവികമായിരുന്നു. ജനങ്ങളുടെ ചിരിയും കരച്ചിലും അവർ അനുഭവിക്കുന്ന അനന്തരാവസ്ഥകളും അദ്ദേഹം കഥയിൽ പകർന്നു. എന്നാൽ അതിനൊപ്പം സമൂഹത്തെ നിരീക്ഷിക്കുന്ന ഒരു സാമൂഹ്യ കാഴ്ചപ്പാട് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾക്ക് ഉണ്ടായിരുന്നു. ചിലപ്പോൾ അധികാര കേന്ദ്രങ്ങളെയും, ചിലപ്പോൾ കുടുംബത്തിലെ രീതിശാസ്ത്രങ്ങളെയും, ചിലപ്പോൾ കാലത്തിൻ്റെ സാമൂഹിക പ്രതിസന്ധികളെയും അദ്ദേഹം ചോദ്യം ചെയ്തിട്ടുണ്ട്. ബാലചന്ദ്ര മേനോൻ്റെ സിനിമകൾ ഒരു കാലഘട്ടത്തിൻ്റെ ചിന്തകൾ ഒളിപ്പിച്ച ദൃശ്യരേഖകളാണ്. കേരളത്തിലെ ഇടത്തരം കുടുംബങ്ങളുടെ മനസ്സിനെ
ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഫിലിം മേക്കറാണ് ബാലേന്ദ്ര മേനോൻ. അദ്ദേഹത്തിൻ്റെ മൾട്ടി ടാസ്കിംഗ് ഒരു ഗിമ്മിക്കല്ല, സിനിമയെ മുഴുവൻ മനസ്സിലാക്കിയ ഒരാളുടെ ആത്മവിശ്വാസമാണ്. മലയാളികളുടെ മനസ്സിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ കടന്നുപോയ ചില അഭിനയമുഖങ്ങൾ: അംബിക, ശോഭന, കാർത്തിക, പാർവതി, നന്ദിനി, ആനി, നായികമാർ എത്രയോ പേർ. മണിയമ്പിള്ള രാജുവിനെയും പ്രേം നസീറിൻ്റെ മകൻ ഷാനവാസിനെയും വെള്ളിത്തിരയിലേക്ക് കൊണ്ടുവന്നത് ബാലേന്ദ്ര മേനോനാണ്. അമ്മയാണ് സത്യം. മലയാള സിനിമയുടെ ഒരിക്കലും മാറിപ്പോകാത്ത ഒരു ഹൃദയമിടിപ്പാണ് സാക്ഷാൽ ബാലേന്ദ്ര മേനോൻ.